നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മൾ വ്യാഴത്തിൻ്റെ ഗോചരത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. തുലാം രാശി വരെ നമ്മൾ സംസാരിച്ചിരുന്നു. അടുത്തത് വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെ ഫലത്തെ ചെയ്യും. വൃശ്ചികം രാശിക്കാർക്ക് 9ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. അപ്പോൾ 9ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് മാറ്റം വരുമ്പോൾ ജ്ഞാനമന്ത്രി, രാജധർമ്മം, ഗുരുത്വം, ഭക്തിചിന്തനം, പൂർവപുണ്യം, യോഗചിന്ത, നവമേ ഗുരുഫലങ്ങളാ. അപ്പോൾ ജ്ഞാനം, നല്ല അറിവ് സമ്പാദിക്കാനായിട്ടൊക്കെ ഇവിടെ കർമ്മ വരേണ്ടി വരും. നല്ല ജ്ഞാനം കിട്ടുക, നല്ല വിദ്യ കിട്ടുക, പഠനം ഉണ്ടാവുക. മന്ത്രി, അപ്പൊ എന്താ, ഏതെങ്കിലും പൊസിഷനിലേക്ക് വരിക, സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാവുക, തൊഴിൽ മേഖലയിലൊക്കെ നല്ല ഡെവലപ്പ് വരിക, സ്ഥാനമാനങ്ങൾ കിട്ടുക, ഉന്നത നിലയിലേക്ക് എത്തിച്ചേരുക. ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. രാജധർമ്മം, അപ്പം രാജധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വംശത്തിൽ ആചരിക്കേണ്ടതായ ആചാരങ്ങളെ മുറുകെ പിടിക്കുക, നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളൊക്കെ വീണ്ടും ആചരിക്കുക, പഴയ തറവാടുകളിലേക്കൊക്കെ പോവാനും കുടുംബക്ഷേത്രങ്ങൾ അറിയത്തില്ലെങ്കിൽ അതൊക്കെ കണ്ടെത്തുവാനുമായിട്ടുമൊക്കെ ഇപ്പോൾ സാഹചര്യങ്ങൾ വഴിത്തിരിഞ്ഞു വരും. ഗുരുത്വം, നല്ല ഗുരുക്കന്മാരെ കിട്ടുക, അറിവുള്ളവരെ കിട്ടുക, ജ്ഞാനികളെ കണ്ടുമുട്ടുക, അവരുമായിട്ട് സത്സംഗം നടത്തുക. ഭക്തിചിന്തനം, ഭക്തിമാർഗങ്ങളെ പറ്റി പഠിക്കുകയും അറിയുകയും പുണ്യപുരാതന ഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിക്കാനും അവസരങ്ങൾ വരികയും പുണ്യപുരാതന ക്ഷേത്രങ്ങളിലേക്കൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് കർമ്മം വരികയും പൂർവപുണ്യം, പൂർവജന്മത്തിൽ ചെയ്ത പുണ്യഫലങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് അനുഭവ ഗുണമായിട്ട് വരും. യോഗി ചിന്ത, അപ്പൊ എന്താ, ഒരു യോഗിയെ പോലെ ആകുക, ആത്മീയ കർമ്മകാര്യങ്ങൾ പഠിക്കുക, മെഡിറ്റേഷൻ പഠിക്കുക, ഉപാസന പഠിക്കുക, ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾ, ദീക്ഷ എടുക്കുക. ഇതൊക്കെ വ്യാഴത്തിന്റെ 9ലെ ഫലങ്ങളാ. ഉച്ചരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ഇതൊക്കെ നല്ല നിലയിലേക്ക് വരാനായിട്ട് ഗുണം വരും. അപ്പോ വ്യാഴത്തിന് വീക്ഷണം വൃശ്ചികൻ രാശിയിലേക്ക് തന്നെ ഉണ്ട്. അപ്പം ഈശ്വരാധീനം പരിപൂർണമാണ്. ഭഗവാന്റെ ഒരു ദൃഷ്ടി, വീക്ഷണം ഇപ്പൊ നന്നായിട്ടിരിക്കുന്നു എന്ന് പറയണം. 3ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. അപ്പൊ സഹോദര സഹായ സ്ഥാനങ്ങളൊക്കെ ഇപ്പൊ അനുകൂലമായിട്ട് വരും. വിജയം, എന്തിന് പ്രവർത്തിച്ചാലും അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്ന സമയമാണ്. പിന്നെ എങ്ങോട്ടാ, 5ാം ഭാവത്തിലേക്ക് വീക്ഷണം വരുന്നുണ്ട്. 5ാമാണ് സന്താന ഭാഗ്യങ്ങൾ, സന്താന സ്ഥാനങ്ങൾ, ബുദ്ധി, വിദ്യ, പൂർവപുണ്യം, ഇതൊക്കെ 5ാം ഇടം കൊണ്ട് ചിന്തിക്കാം. അപ്പൊ എന്ത് പറ്റും, സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങള്, സന്താനപ്രാപ്തി ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവുക, കുട്ടികൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതായ കർമ്മഗുണങ്ങൾ അവിടെ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. അപ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം പൊതുവെ അനുകൂല ഫലങ്ങളെ പ്രതീക്ഷിക്കേണ്ടി ഇരിക്കുന്നു. അടുത്തത് ധനുരാശി. ധനുരാശിക്കാർക്ക് 8ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പൊ 8ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന് അത്ര അനുകൂല സ്ഥാനമല്ല. അപ്പോ പൂർണ്ണബുദ്ധിയും, നീചകർമ്മം, ദീർഘായുസ്, അപകടങ്ങളാം, നാഡിപീഡയും, ശിരോരോഗം, ആയുർ ഗുരുഫലങ്ങളാം. അപ്പൊ അഥവാ പൂർണ്ണ ബുദ്ധി, നമ്മൾ ഈ അതിബുദ്ധി കാണിക്കുക എന്ന് പറയില്ലേ, അത് ശ്രദ്ധിക്കണം. അതിബുദ്ധി ആപത്ത് ചെയ്യുമെന്ന് പറയുന്ന പോലെ നിദാനമായിരിക്കണം. ഈ വക്രബുദ്ധിത്തരം കാണിക്കാൻ പാടില്ല. ബുദ്ധി കൂടിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിബുദ്ധി, ഇതൊക്കെ നിങ്ങൾക്ക് വിനയായിട്ട് വരും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം.
നീചകർമ്മം. അപ്പോൾ നമുക്ക് കുറച്ച് വൈരാഗ്യ ബുദ്ധികളൊക്കെ തോന്നാം. അപ്പോൾ എന്ത് പറ്റും? എതിർ സ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ കൂടോത്രം ചെയ്യാൻ പോവുക, അവർക്ക് പാര പണിയാൻ പോവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. ദീർഘായുർ, അപ്പൊ ആയുസ് ദോഷമില്ല, ആയുർഗുണങ്ങൾ ഉണ്ടാവും. പക്ഷെ അപകടങ്ങളാ, ചെറിയ തട്ടലും മുട്ടലും പ്രോബ്ലംസും ഒക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാഡീപീഡേ, അപ്പൊ നാഡീ സംബന്ധമായിട്ടൊക്കെയുള്ള ചില പ്രശ്നം വരും. നാഡീ ബലക്കുറവ് സംഭവിക്കുക, നാഡീക്ഷീണം വരിക, ആരോഗ്യ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിത സൗഖ്യക്കുറവ്, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇപ്പോൾ വരാനായിട്ട് നിയമങ്ങൾ വരും. ശിരോരോഗം, തലയ്ക്ക് എന്തെങ്കിലും അടിപറ്റുക, തലവേദന വരിക, ശിരസ്സുമായി ബന്ധപ്പെട്ടുണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഉരാടം, മൂലം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും, ധനു രാശിക്കാർക്ക്. അപ്പോൾ ഒന്ന് നിദാനമായിരിക്കണം, ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. വെയിറ്റ്, എല്ലാ കാര്യങ്ങളും വെയിറ്റ് ചെയ്യുക, നമ്മളിലേക്ക് വരുന്നത് മാത്രം സ്വീകരിക്കുക, അതിബുദ്ധി ചെയ്യരുത്, നമുക്ക് ദോഷം വരാനായിട്ട് കർമ്മ വരും. ശാന്തമായിരിക്കുക. വ്യാഴം പറയുന്നുണ്ട്, കുഞ്ഞെ നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, കാരണം വ്യാഴം അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ കർമ്മക്കണക്കെടുത്ത് നോക്കും. അപ്പൊ ഇന്ന ഫലങ്ങൾ തരാനായിട്ട് പ്രാപ്തി ഉണ്ട്. വ്യാഴം എന്തെടുത്തിടമനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ ഇപ്പൊ ചെയ്യുക, നീ നിദാനമായിരിക്കണം, ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് വ്യാഴം പറയും. കാരണം വ്യാഴം ആരാ? ഗുരുവാ, ഗുരു ഉപദേശകാരകനാ. അപ്പൊ നമുക്ക് ഉപദേശം തരും. ആ ഗുരുവിന്റെ മാർഗത്തിലൂടെ പോയില്ലെങ്കിൽ ആപത്ത് പറ്റും. അതാണ് വ്യാഴം അവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ വ്യാഴം അവിടെ വന്ന് നിന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ അനുഭവിക്കാനുള്ള കർമ്മങ്ങളെ എടുത്ത് വ്യാഴം വായിച്ചു തരും. ഇന്ന കർമ്മങ്ങളുണ്ട്, നീ നിദാനമായിരിക്കണം, ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല വ്യാഴം വന്നിട്ട് എന്നെ ഉപദ്രവിക്കുന്നതെന്നല്ല നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. അപ്പോ 1-12 ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ചെറിയ പ്രണയം പോലുള്ള ചില കാര്യങ്ങൾ, ചില ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ശാരീരിക ബന്ധങ്ങൾ, ചില സ്ത്രീ സൗഹൃദങ്ങൾ, ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരാം. പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകളുമായിട്ട് സൗഹൃദങ്ങൾ, സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം, ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ കുറച്ച് കൂടുതൽ താല്പര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. അപ്പം ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോഴേക്കും എന്ത് പറ്റും? നമ്മൾ തെറ്റിദ്ധരിക്കാനൊക്കെ ഇടവരും. ചീത്തപ്പേര് കേൾക്കുക, ആരോപണം വിധേയരാകുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങോട്ട് 2-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? ഈ സാമ്പത്തികം ഉണ്ടാകാവുന്ന രീതിയിലുള്ള ചില സ്രോതസ്സുകളൊക്കെ ഇപ്പൊ ആരംഭിക്കും. പുതിയ സംരംഭങ്ങളെ പറ്റി ചിന്തിക്കും. എങ്ങനെ ഡെവലപ്പ് ആകാം, ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നൊക്കെയുള്ള ചിന്തകൾ എപ്പോൾ നന്നായിട്ട്, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ ഒന്ന് നിദാനമായി ഇരുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധനഗുണങ്ങൾ വരും. അതിബുദ്ധി, എടുത്തുചാട്ടം, ഇതൊന്നും ചെയ്യാൻ പാടില്ല. വ്യാഴം പൈസ തരും, ശാന്തമായിരിക്കണം, കിട്ടും. പിന്നെ ഇങ്ങോട്ടാ 4-ാം ഭാവത്തിലേക്ക് വീക്ഷണം വരുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? ഒരു കയറി താമസം ഉണ്ടാകും. ഇത് നിങ്ങളുടെ വംശത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വസ്തു മേടിക്കാനോ ഭൂമി മേടിക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഇപ്പോൾ വഴിത്തിരിഞ്ഞ് വരും. ഇപ്പോൾ വ്യാഴം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഭവനം, ഒരു വീട് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിനുള്ള മാർഗങ്ങൾ തെളിയിച്ച് തരും. അതൊക്കെ അതിൻ്റെ കർമ്മഫലങ്ങളാണ്. പിന്നെ മകരം രാശിയിലേക്ക് വരുമ്പോൾ 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പോൾ 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുമ്പോൾ എന്താ? രൂപഭഗ്നി വീരശൂരം ദ്വേഷം ഗുരു പിതൃഷ്യജ, കാമം കൊണ്ട് ദുഃഖങ്ങൾ, ഭക്തിയും അഭയവും ദ്യൂനരാശിജ. അപ്പൊ എന്താ? രൂപഭഗ്നി. അപ്പൊ രൂപഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? രൂപം, നല്ല ഭക്തി, കാണാൻ അഴകുള്ളവൾ. അപ്പൊ ആണുങ്ങൾക്കാണെങ്കിൽ സ്ത്രീകൾക്ക്, സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്ക്. അപ്പൊ എന്ത് പറ്റും? നല്ല സൗഹൃദങ്ങൾ, കാണാൻ അഴകുള്ളവരുമായിട്ട് പരിചയപ്പെടാനും സൗഹൃദം ഉണ്ടാവാനും, അല്ലെ കല്യാണ രീതിയിൽ നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ളവരെ ഭർത്താക്കന്മാരായിട്ടും ഭാര്യമാരായിട്ടും സ്വീകരിക്കാനൊക്കെ ഇടവരാം. പ്രണയങ്ങളൊക്കെ ഉണ്ട്, നല്ല സുന്ദരന്മാരായിരിക്കുന്നവരും സുന്ദരിമാരായിരിക്കുന്ന ആളുകളുമായിട്ട്
പ്രണയങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള യോഗങ്ങൾ വരാം. നിവർത്തി, കുറെ ഗുണാനുഭവങ്ങൾ, സമൂഹത്തിൽ ഫേമസ് ആകുക, 10 പേര് അറിയപ്പെടുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് വരാൻ കർമ്മ വരും. വീരശൂര, അല്പം വീര്യവും ശൂര്യവും, ആരാടാ എന്താടാ വാടാ കാണിച്ചു തരാം എന്നൊക്കെ ഉള്ള ഒരു തൻ്റെ ഇടം ധൈര്യമൊക്കെ ഇപ്പൊ ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. ദ്വേഷം ഗുരുപിതൃഷയ, അപ്പൊ എന്ത് പറ്റും? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത, ഞാൻ ഗുരുക്കന്മാരെക്കാട്ടിലും വലിയ ആളായി, എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം തികഞ്ഞു എന്നൊക്കെ ഉള്ളൊരു ഭാവം, ഗുരുവിനെക്കാട്ടിലും മേളിലുള്ള ഒരു ചിന്ത, ഇതൊക്കെ വരാനായിട്ട് സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഗുരു പിതൃഷയ, അപ്പൊ എന്താ പറ്റും? നമ്മുടെ പിതാവ്, അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ പിതൃവംശം, നമുക്ക് പിതൃസ്ഥാനത്തുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ മനക്കറത്ത് വർത്തമാനം പറയാനോ സങ്കടപ്പെടുത്താനോ ഒക്കെ ഉള്ള ചില അനുഭവ കാര്യങ്ങൾ വരാം. അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാമം കൊണ്ട് ദുഃഖങ്ങൾ, അപ്പൊ എന്താ പറ്റുക? കാമം, ആഗ്രഹം. അപ്പൊ ആഗ്രഹം കൂടിക്കഴിഞ്ഞാലും ദോഷത്തെ വരും. അപ്പൊ എന്താ? കൂടുതൽ ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ കിട്ടാണ്ട് വരും. അപ്പൊ അതിനാൽ ദുഃഖങ്ങൾ, വാശി, പിടിവാശി, ഇതൊക്കെ വരാനായിട്ട് കർമ്മ വരും. കാമം എന്ന് പറഞ്ഞാൽ തെറ്റായ മാർഗത്തിലുള്ള സഞ്ചാരമെന്നും അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ടൊക്കെയുള്ള മനപ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. ഭക്തിയും അഭയവും ദ്യൂനരാശിയ, അപ്പൊ ഭക്തി, ദൈവിക മാർഗങ്ങളിലൂടെയൊക്കെ കൂടുതൽ പോകാനും അഭയം, ഈശ്വരനെ അഭയം പ്രാപിക്കാനും ഒക്കെ ഈ സമയത്ത് നമുക്ക് സാഹചര്യങ്ങൾ വരും. അതൊക്കെ 7ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ കർമ്മഫലങ്ങളായിട്ട് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ലഗ്നത്തിൽ തന്നെ വ്യാഴത്തിന് നോട്ടമുണ്ട്. അപ്പൊ ലഗ്നത്തിലേക്ക് വ്യാഴം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കർമ്മ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വ്യാഴം ഒരു പ്രൊട്ടക്ഷനെ തരും. ഒരു വ്യാഴമാണ് പ്രകാശം, തെളിച്ചം, വെണ്മ, നന്മ, ഇതൊക്കെ വ്യാഴമാണ്. അപ്പം ഒരു നന്മയെ തരും, ഒരു പ്രകാശത്തെ തരും, ഒരു സൗന്ദര്യത്തെ തരും, ഒരു മാർഗത്തെ തുറന്നു തരും. ഇതൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. 3ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. അപ്പൊ എന്താണ്? സഹോദര സ്ഥാനം, ബന്ധുക്കള്, വീര്യം, സഹായം, വിജയം, ഇതൊക്കെ 3ാം ഘടകമാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു നന്മ ഉണ്ടാവാനായിട്ട് കർമ്മ വരേണ്ടി വരും. 11ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? ഇതുവരെയും മുടങ്ങി കിടന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇവിടെ കർമ്മ വരേണ്ടി വരും. അടിവയർ റിലേറ്റഡ് ആയിട്ട് അല്പം ശ്രദ്ധിച്ചോളണം. വയറ്റ് പ്രശ്നങ്ങൾ, കിഡ്നി, ലിവർ, സ്റ്റോണ്, ഇത് സംബന്ധിച്ച മേഖലയൊക്കെ ചെറിയൊരു ഡിസ്റ്റർബ് വരാനായിട്ട് ഇവിടെ സാഹചര്യങ്ങൾ വരും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. എന്തെങ്കിലും രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നിവൃത്തി വരാനായിട്ടും ഇപ്പോൾ സാഹചര്യങ്ങൾ വരും. എന്നാൽ വയർ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണം എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തത് കുംഭൻ രാശിക്കാർക്ക്. കുംഭൻ രാശിക്കാർക്ക് എവിടെയാ? 6ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പൊ 6ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന് അത്ര പോസിറ്റീവായിട്ടുള്ള സ്ഥാനമല്ല. അപ്പോൾ അരിയോർജയം, മഹാകാമി, വ്യാധിജീർണം, അപക്വത, ദേശാടനം, ഗുരുശാപം, വിത്തക്രയം, ജീവാഷ്ടകം. അപ്പൊ എന്താ? അരിയോർജയം, അപ്പൊ ശത്രുക്കളെ വിജയിക്കുക. ശത്രുക്കളുമായിട്ടൊക്കെ ഉള്ള ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കേസോ വഴക്കുകളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കളെ തോപ്പിച്ച് ഇപ്പോൾ വിജയം വരാനായിട്ട് സാഹചര്യങ്ങൾ വരും. ശത്രുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പറ്റും. എന്നാൽ എന്താണ്? ശത്രുക്കൾ നമ്മുടെ മുന്നിൽ കീഴ്പ്പെട്ടു പോകും, ശത്രുക്കളെ വിജയിക്കും. മഹാകാമി, അപ്പൊ എന്താ പറ്റുക? കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കൂടും. എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് കുറച്ച് വാശി, പിടിവാശി, നിർബന്ധം, ഇതൊക്കെ അല്പം കൂടാനായിട്ട് സാഹചര്യങ്ങൾ വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. വ്യാധി ജീർണം, അപക്വത, വ്യാധി, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കർമ്മ വരും. ജീർണം, അപ്പൊ എന്താ? സ്കിൻ തൊന്തരവ്, ചർമ്മത്തിന് പ്രശ്നങ്ങള്, മുറിവ് വ്രണമാകുക, അതാണ്ട് ജീർണത. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസുകൾ ഇപ്പൊ ശ്രദ്ധിക്കണം. സ്കിൻ തൊന്തരവുകൾ, അലർജി പോലുള്ള കാര്യങ്ങൾ. അപക്വത എന്നുവെച്ചാൽ പക്വതക്കുറവ് ഉണ്ടാവുക, എടുത്തുചാട്ടം, ആലോചന ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. ദേശാടനം, അപ്പോൾ എന്താ? ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരിക, സ്ഥലം വിട്ട് വേറെ സ്ഥലങ്ങളിൽ പോവുക, അന്യദേശങ്ങളിൽ പോവുക, ദേശാടനം നടത്തുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഗുരുർ ശാപം, അപ്പൊ എന്താ? ഗുരുവിനോട് നിന്ദവാക്ക് പറയുക, അല്ലെ ഗുരുവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഇതൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം. അതിനുള്ള സാഹചര്യങ്ങൾ വരാം. അപ്പൊ അത് ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. വിത്തക്രയം, വിത്തം എന്ന് പറഞ്ഞാൽ ധനം, ക്രയം എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ,
കാശ് കൊടുക്കുക, കിട്ടാണ്ട് വരിക, കിട്ടാണ്ട് വരുമ്പോൾ ചോദ്യം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാവുക, അതൊക്കെ വരാൻ സാധ്യത. അതുകൊണ്ട് കാശ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. കൊടുത്താൽ കിട്ടാൻ പ്രയാസമായിരിക്കും എന്നർത്ഥം. ജീവ അഷ്ടകം, ജീവം അഷ്ടത്തിലേക്ക്, 6ാമിടത്തേക്ക് പോയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഫലങ്ങളെ സൂചിപ്പിക്കണമെന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ എങ്ങോട്ടാ? 10ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണമുണ്ട്. അപ്പൊ എന്ത് പറ്റും? തൊഴിൽ മേഖലയിലൊക്കെ ഒരു നന്മയുണ്ടാകും, ഒരു ഗുണാനുഭവങ്ങൾ, ഒരു സ്ഥാനക്കയറ്റമൊക്കെ കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ടാവാനായിട്ട് നിയമങ്ങൾ വരും. 12ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ സൗഹൃദങ്ങള്, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു എന്തെങ്കിലും പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനും, ഡിവോഴ്സ് കേസ് സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തുതീർപ്പാകാനും ഒക്കെ ഇപ്പോൾ ചില സാഹചര്യങ്ങൾ വരേണ്ടതായിട്ട് വരും. 2ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുമ്പോഴേക്കും സാമ്പത്തികമായിട്ടുള്ള ചില നല്ല അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ, മുടങ്ങി കിടന്ന പണങ്ങളൊക്കെ ആരെങ്കിലും വാങ്ങിച്ചോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു ചർച്ച ഉണ്ടാകുക, അതിന് തീരുമാനം ഉണ്ടാകുന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാൻ പ്രയാസമായിരിക്കും. എന്താ പറ്റും? ഒത്തുതീർപ്പാകുക, ഡോക്യുമെന്റ് എഴുതുക, ഞാൻ ഇത്ര സമയത്ത് തന്നേക്കാം എന്നൊക്കെ പോലെയുള്ള ചില കർമ്മകാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കണക്ഷൻ ആവാനായിട്ട് സാഹചര്യങ്ങൾ. അതുകൊണ്ട് ഈ സമയത്ത് ക്രയവിക്രാതി കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങൾ കഴിവതും ചെയ്യാണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. അടുത്തത് മീനം രാശിക്കാർക്ക്. മീനം രാശിക്കാർക്ക് 5ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പൊ 5ാം ഭാവം കൊണ്ട് എന്താ പറയണ്ടേ? പ്രശംസയും മന്ത്രവാദവും സദ്ഗുണം സദ്യയും കൂർമ്മബുദ്ധിയും പുത്രക്ലേശം ഒളിർഭോഗം ചൊല്ലാം പുത്ര ഗുരുഫലങ്ങളാ. അപ്പൊ രാജപ്രശംസേ, അപ്പൊ എന്താ? രാജാവിൽ നിന്ന് പ്രശംസ കിട്ടുക. അപ്പം രാജാക്കന്മാര്, മന്ത്രിമാര്, ദേശത്തുള്ള പ്രമാണിമാര്, അല്ലെ രാജവംശത്തിലുള്ള ആൾക്കാര്, ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. മന്ത്രവാദവും, അപ്പൊ എന്താ? മന്ത്രവാദം ചെയ്യുക, അല്ലെ മന്ത്രം ചൊല്ലുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പൂജ പോലെയുള്ള കർമ്മകാര്യങ്ങൾ, ക്ഷേത്ര ദർശനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടെ വരും. സദ്ഗുണം, നല്ല ഗുണങ്ങളുണ്ടാവും. സദ്യയും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഇടവരും. കൂറബുദ്ധിയും, നല്ല ബുദ്ധി ഉണ്ടാവും, ബുദ്ധിക്കൊക്കെ ഉള്ളൊരു തെളിർമയുണ്ടാവും. ഞാൻ ചെയ്ത തെറ്റാണോ, ഞാൻ ചെയ്തത് ശരിയാണോ, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ചിന്തിക്കാനും അതനുസരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെ ഇപ്പോൾ കർമ്മ വരേണ്ടി വരും. പുത്രക്ലേശം, എന്നാലും പുത്രന്മാരെ കൊണ്ടൊക്കെ ഒരല്പം മനപ്രയാസങ്ങളൊക്കെ വരാം, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒളിർഭോഗം, അപ്പൊ എന്താ? ചില സൗഹൃദങ്ങൾ, പ്രണയം പോലെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ പോയി കണക്ഷൻ ആവാനും ഒക്കെ ഇപ്പോൾ സാഹചര്യങ്ങൾ വരാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ നല്ലത്, തെറ്റായ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ചിന്തിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം ആ 5ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ കർമ്മഫലങ്ങളായിട്ട് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ലഗ്നത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണമുണ്ട്. അപ്പൊ എന്ത് പറ്റും? എന്തെങ്കിലും തെറ്റായ മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന വ്യാഴം പറയും, മോനെ അങ്ങോട്ട് പോകണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യാഴം ഓൾറെഡി നമുക്ക് ഒരു ഹിന്റ് ഇട്ട് തരും. വ്യാഴത്തിലെ ലഗ്നത്തിലേക്കുള്ള വ്യാഴത്തിന്റെ വീക്ഷണം നമുക്ക് താണു വീഴുമ്പോഴും കയ്യെ പിടിച്ച് താങ്ങി നിർത്തും. ഈശ്വരാധീനം പരിപൂർണമാണ്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 9ാം ഭാവത്തിലേക്ക് ഭാഗ്യമൊക്കെ ഒരു അനുകൂലത്തിലേക്ക് വരാനായിട്ട് കർമ്മ വരും. അതൊക്കെ ഒരു നല്ലതായിട്ട് കാണുന്നുണ്ട്. 11ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണമുണ്ട്. മുടങ്ങി കിടന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വഴി തെളിഞ്ഞു വരാനും പണങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരാനും ഒക്കെ ഒരു കർമ്മ വരും. മുടങ്ങി കിടന്ന പണങ്ങളൊക്കെ ഒന്ന് മാറി മറിഞ്ഞ് ഒരു പോസിറ്റീവായിട്ടുള്ള കർമ്മകാര്യങ്ങളിലേക്ക് സാഹചര്യങ്ങൾ വരാനായിട്ടൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ വരും. ഇതൊക്കെ അതിൻ്റെ നിയമകർമ്മ കാര്യങ്ങളാണ്. അപ്പോൾ മേടൻ രാശിക്കാർക്ക്, കർക്കിടകൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, ഇവർക്കൊക്കെ വ്യാഴം പൂർണ്ണമായിട്ടും നന്മയും മറ്റ് രാശിക്കാർക്കൊക്കെ തന്നെ ഒരു 70% വരെയും നന്മയെ ചെയ്യും. കാരണം ഉച്ചത്തിലേക്ക് വ്യാഴം വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ കുറേ ചില ദോഷഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വ്യാഴം സൂചിപ്പിക്കുന്നത് എന്താ?
കുഞ്ഞെ ഇങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട്, ഈ പറഞ്ഞ കാര്യമേഖലകളിൽ നീ ശ്രദ്ധിച്ചു കൊള്ളണം എന്നാണ് വ്യാഴം അവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെ, വ്യാഴം എന്ന് നമ്മളെ ദണ്ഡിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. വ്യാഴം സഹായമായിട്ട് നിൽക്കും. ലക്ഷം ദോഷം ഗുരുർഹന്തിന, ലക്ഷം ദോഷം ഉണ്ടെങ്കിലും വ്യാഴം അതിനെ ഹനിക്കും. സ്വദേവ കർമ്മദൈവാഖ്യ വിധി ദേഹാന്തരാജിതം അനുകൂലേ യഥാദേവേ ക്രിയാത്മാ സുഖതേ ഭവേൽ മഹതി സത്ക്രിയ അനിഷ്ടഫലസ്യാൽ പ്രതികൂലതായ. അപ്പൊ നമ്മൾ ചെയ്ത കർമ്മം സ്വദേവ കർമ്മദൈവാഖ്യ വിധി ദേഹാന്തരാജിതം, അല്ലെ? അപ്പൊ അവനവൻ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി നമ്മുടെ ദേഹത്തിൽ, നമ്മുടെ ബുദ്ധിയിൽ, ചിന്തയിൽ, DNA-യിൽ ആർജിച്ച് നിൽക്കുകയാണ്. അനുകൂലേ യഥാദേവേ ക്രിയാത്മാ സുഖതേ ഭവേ. അപ്പൊ ഈശ്വരാധീനം അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അത് നമുക്ക് അനുകൂലമായിട്ട് വരും. അതുകൊണ്ടാണ് ഈശ്വരാധീനം നമുക്ക് പരിപൂർണമാകണം, ഈശ്വരനെ മുറുക്കെ പിടിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. മഹതി സത്കൃതിയ അനിഷ്ടഫലസ്യാൽ പ്രതികൂലതായ. എന്നാൽ ഈശ്വരാധീനം പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും അതിന് പ്രയോജനം വരത്തില്ല. അപ്പൊ ആ ഈശ്വരാധീനം തരുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പം വ്യാഴം നമുക്ക് ദോഷത്തെ ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മുടെ കർമ്മയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ശ്രദ്ധാലുക്കളാക്കും. കാരണം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. നമ്മുടെ ഈ ഭൂമി എടുത്ത വ്യാഴത്തിന്റെ അടുക്കലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയും വ്യാഴവും തമ്മിൽ, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എല്ലാത്തിനെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. അത്ര ഊർജം കൊടുക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതാ പറയുന്നത്, വ്യാഴം പ്രസാദിച്ചുടൻ എന്ന നേരം നിരൂപിക്ക വേണ്ടിത് കാര്യകാരെ ഏതൽ പ്രവർത്തനത്തിന് ഉതകിയിടും ഇപ്പോൾ സർവേശ്വരന്റെ മഹനീയ സാധ്യം. അപ്പം വ്യാഴം പ്രസാദിച്ചുടൻ എന്ന നേരം, വ്യാഴം പ്രസാദിച്ചാൽ നിരൂപിക്ക വേണ്ടിത് കാര്യകാരെ, അത് കാര്യകർത്താക്കന്മാരായിരിക്കുന്ന ആൾക്കാരോടാണ് ഈ പറയുന്നത്. ഏതൽ പ്രവർത്തനത്തിന് ഉതകിയിടും ഇപ്പോൾ സർവേശ്വരന്റെ മഹനീയ സാധ്യം. വ്യാഴം അനുകൂലമായിട്ടുണ്ടെങ്കിൽ സർവേശ്വരന്മാരൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രസാദകമായിട്ട് വരും. അപ്പൊ വ്യാഴത്തെ നന്നായിട്ട് പ്രസാദിപ്പിക്കൂ എന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, അല്ലേ? അതാദ്യമേ പറയാം, സൗമ്യാനാമുദയശ്ച ദൃഷ്ടി അമരാചാര്യ സ്ഥിതേ. അപ്പൊ അമരന്മാരുടെ ആചാര്യനായ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാവണം. അപ്പൊ എത്രയധികം പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കുക. വ്യാഴത്തിന് പറയുന്നു ദൈവാനുകൂല്യം, ദൈവാനുകൂലത്തിന്റെ ഗ്രഹമാണ് വ്യാഴം. ഇങ്ങനെയുള്ള എത്രയോ നല്ല കാര്യങ്ങളാണ് വ്യാഴത്തിനെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായ വ്യാഴം ഇപ്പൊ എങ്ങനെ വന്നിരിക്കുന്നത്? തന്റെ ഉച്ചരാശിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം വ്യാഴം ദുഃഖം അനുഭവിച്ചവരെ കൈപിടിച്ച് കയറ്റുകയും ചെയ്യും. നല്ലത് പ്രവർത്തിച്ചവരെ, അതിനു വേണ്ടുന്ന പ്രവർത്തന കർമ്മകാര്യങ്ങൾ ചെയ്തവരെ ഒക്കെ തന്നെ വ്യാഴം അനുകൂലമാക്കി തരും. നമ്മളിപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 3000-ലധികം പേരുടെ ജാതകം നമ്മൾ നോക്കിയിട്ടുണ്ട്. കർമ്മദോഷം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ആൾക്കാർക്ക് കർമ്മക്ഷേത്രത്തിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടോ ആ കർമ്മക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ തന്നെയും വ്യാഴം നിങ്ങളെ ടോപ്പിലേക്ക് എത്തിക്കാൻ പോവുക. കാരണം വ്യാഴം ഒരു അനുകൂലത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്തിരുന്നത്. വ്യാഴം ഇപ്പം അനുകൂലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മക്ഷേത്രത്തിൽ പോയി കർമ്മദോഷങ്ങൾ പരിഹരിച്ചിരിക്കുന്നവർക്കൊക്കെ തന്നെയും നിങ്ങൾ ടോപ്പിലേക്ക് കയറാൻ പോവുക. ഒരു മാറ്റവുമില്ല. ഏതാണ്ട് വ്യാഴത്തിന്റെ ഒരു 3 മാസം അതിബാല്യാവസ്ഥ കഴിയുന്ന ഒരു കാലഘട്ടം മരണം, അതിനുശേഷം നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ പറയേണ്ടത്. പറയാനാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മൾ മറ്റൊരു കാര്യം വിട്ടുപോയി. നമ്മൾ ഇപ്പോ പോകേണ്ട ക്ഷേത്രം വ്യാഴം വന്ന് കർക്കിടകൻ രാശിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ കർക്കിടകം എന്ന് പറയുന്ന രാശി വെള്ളത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അപ്പോൾ അതൊരു ജലപ്രകീർത്തികമാകുന്ന ഒരു ക്ഷേത്രം.
അപ്പം ജലത്തിന് അടുത്തുള്ള, അപ്പൊ കടലിനടുത്തുള്ള ക്ഷേത്രം. കർക്കിടകൻ രാശിയിലാണ് ആര്? ആയില്യം നക്ഷത്രമുള്ളത്. ആയില്യം നക്ഷത്രം ആരാണ്? നാഗം. അപ്പൊ ആ നാഗത്തിന്റെ രാശിയിലേക്ക് വ്യാഴം വന്നു. വ്യാഴം ആരാണ്? സാക്ഷാൽ നാരായണൻ. അപ്പം നാഗവുമായി നിൽക്കുന്ന, ജലത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ക്ഷേത്രം. ഉച്ചത്തിലേക്ക് വ്യാഴം വരുമ്പോൾ വ്യാഴം രാജാവായി തീരും, അല്ലെ? അപ്പം ഓരോ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ശത്രുക്ഷേത്രം, നീചക്ഷേത്രം, ഉച്ചക്ഷേത്രം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ കർമ്മ ഉണ്ടാകും. അപ്പൊ വ്യാഴം ഇപ്പോൾ ഏത് പദവിയാണ് നിൽക്കുന്നത്? രാജപദവിയിൽ. കാരണം എന്താ? ഉച്ചരാശിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം രാജകർമ്മ, സർപ്പകർമ്മ, കിടക്കുന്ന കർമ്മ,